Welcome to another video. Plus 2 Political Science. Politics in India since Independence. എന്ന ടെക്സ്റ്റിലെ ചാപ്റ്റർ 6 ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ, ജനാധിപത്യ ക്രമത്തിൻ്റെ പ്രതിസന്ധി. ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് ഇത്. ഈ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. എല്ലാവരും വീഡിയോകൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. We have already discussed what is emergency. എന്താണ് emergency? There were 3 types of emergencies. We have discussed all these topics in detail. Then background of emergency. അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലം, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. Then there were many causes for the imposition of emergency. എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങളെപ്പറ്റി എല്ലാം നമ്മൾ ചർച്ച ചെയ്തു. അതായത് എക്കണോമിക് കോസസ്, സാമ്പത്തിക കാരണങ്ങൾ, റെയിൽവേ സ്ട്രൈക്ക് ഓഫ് 1974, 1974 റെയിൽവേ പണിമുടക്ക്, ആൻഡ് ദെൻ കറപ്ഷൻ, അഴിമതി, പിന്നീട് പൊളിറ്റിക്കൽ ആൻഡ് പോപ്പുലർ പ്രൊട്ടസ്റ്റ്, രാഷ്ട്രീയ ജനകീയ പ്രക്ഷോഭങ്ങൾ, പിന്നീട് മൂവ്മെൻറ്റ്സ് ഇൻ ഗുജറാത്ത് ആൻഡ് ബീഹാർ, ഗുജറാത്തിലും ബീഹാറിലും ഉണ്ടായ ജനകീയ പ്രസ്ഥാനങ്ങളെപ്പറ്റിയും സമരങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ടോട്ടൽ റെവല്യൂഷൻ ബൈ ജയപ്രകാശ് നാരായൺ എന്ന വ്യക്തി ആഹ്വാനം ചെയ്ത ടോട്ടൽ റെവല്യൂഷൻ അല്ലെങ്കിൽ സമ്പൂർണ്ണ വിപ്ലവം എന്ന ടോപ്പിക്ക് നമ്മൾ ചർച്ച ചെയ്തു. ആൻഡ് ദ ലാസ്റ്റ് കോസ് വാസ് കോൺഫ്ലിക്റ്റ് വിത്ത് ജുഡീഷ്യറി, ദ കോൺസ്റ്റൻറ്റ് കോൺഫ്ലിക്റ്റ് വിത്ത് ഗവൺമെൻറ് ഓൺ ദ വൺ പാർട്ട് ആൻഡ് ജുഡീഷ്യറി ഓൺ ദ അതർ. അപ്പോൾ ഗവൺമെൻറ് ഒരു ഭാഗത്തും ജുഡീഷ്യറി അല്ലെങ്കിൽ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ, എസ്പെഷ്യലി സുപ്രീം കോർട്ട്, അത് മറ്റൊരു വശത്തുമായിട്ട് നിന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ഇതുമെല്ലാം എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകളിലേക്ക് കടക്കാം. ഇൻസിഡൻസ് ദറ്റ് പേവ്ഡ് വേ ഫോർ ദ ഇമ്പോസിഷൻ ഓഫ് എമർജൻസി നടപ്പിലാക്കുന്നതിന് ഇല്ലെങ്കിൽ ഇമ്പോസ് ചെയ്യുന്നതിന് ഇടയാക്കിയ ഇമ്മീഡിയറ്റ് കോസസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. there were 3 causes. വേർഡിക്റ്റ് ഓഫ് അലഹബാദ് ഹൈക്കോടതി ഒരു പ്രമാദമായ കേസിൽ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചു. അതായിരുന്നു ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇലക്ഷൻ വേർഡിക്റ്റ് ഇൻ ഗുജറാത്തിലെ ഒരു പൊതു തെരഞ്ഞെടുപ്പ്. ഇൻ ദാറ്റ് എലക്ഷൻ കോൺഗ്രസ് വാസ് ഡിഫീറ്റഡ്. കോൺഗ്രസ് പരാജയപ്പെട്ട ഒരു ഇലക്ഷനായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. പിന്നീട് ഓപ്പോസിഷൻ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ, അവയുടെ കാര്യങ്ങളും നമ്മൾ അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദ വീഡിയോ ഇസ് കോൺസിക്വൻസസ് ഓഫ് എമർജൻസി അല്ലെങ്കിൽ എമർജൻസിയുടെ പ്രത്യാഘാതങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. നാഷണൽ എമർജൻസി. ഫസ്റ്റ് വൺ ഈസ് വേർഡിക്റ്റ് ഓഫ് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി. അതിലേക്ക് നമുക്ക് കിടക്കാം. അലഹബാദ് ഹൈക്കോർട്ട് ഇൻ ദ പെറ്റീഷൻ ഫയൽഡ് ബൈ രാജ് നാരായൺ എന്ന വ്യക്തി അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ്. ദിസ് രാജ് നാരായൺ ഈസ് എ സോഷ്യലിസ്റ്റ് ലീഡർ ആൻഡ് ഒപ്പോണൻറ്റ് ഓഫ് ഇന്ദിരാഗാന്ധി. ഈ രാജനാരായൺ എന്ന വ്യക്തി ഒരു സോഷ്യലിസ്റ്റ് ലീഡറും അതോടൊപ്പം തന്നെ ഒപ്പോണൻ്റ് ഓഫ് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിലെ എതിരാളിയും ആയിരുന്നു ഈ രാജ് നാരായൺ എന്ന് പറയുന്ന വ്യക്തി. ഹി ഗേവ് എ പെറ്റീഷൻ ഇൻ ദ അലഹബാദ് ഹൈക്കോർട്ട് ആൻഡ് ദ അലഹബാദ് ഹൈക്കോർട്ട് ഗേവ് എ വേർഡിക്റ്റ് ഡിക്ലെയറിംഗ് ഇന്ദിരാഗാന്ധീസ് ഇലക്ഷൻ ടു ലോക്സഭ ആസ് ഇൻവാലിഡ്. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു വിധിയെന്ന് പറയുന്നത്. അതായത് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ഇൻവാലിഡാണ്, ഇല്ലെങ്കിൽ അതിനെ റദ്ദാക്കിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതി ഒരു വിധിന്യായം പുറപ്പെടുവിക്കുന്നു. രാജനാരായൺ എന്ന ഇന്ദിരാഗാന്ധിയുടെ ഒപ്പോണൻ്റ്, എതിരാളിയും സോഷ്യലിസ്റ്റ് നേതാവുമായിട്ടുള്ള വ്യക്തി ഫയൽ ചെയ്ത ഒരു കേസിന്മേലായിരുന്നു ആ ഒരു വിധിന്യായമെന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കോടതി ആ ഒരു വിധിന്യായത്തിലേക്ക് എത്തിച്ചേർന്നത്? The court found that Indira Gandhi had misused governmental machinery for election propaganda. അപ്പോൾ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റൽ മെഷീനറി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സമ്പ്രദായങ്ങൾ ഇല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ സംവിധാനങ്ങൾ മിസ്യൂസ് ചെയ്തു കൊണ്ടാണ് ഇലക്ഷൻ
പ്രചരണം നടത്തിയത്. അപ്പോൾ even though she is a prime minister of India, she cannot misuse governmental machinery or use governmental machinery for election propaganda. അപ്പോൾ പ്രധാനമന്ത്രി ആയാലും ആരായാൽ തന്നെയും ഗവൺമെൻറ് സംവിധാനങ്ങളൊന്നും തന്നെ ഇലക്ഷൻ പ്രചാരണത്തിന് വിനിയോഗിച്ചുകൂടാ. പക്ഷേ ഇന്ദിരാഗാന്ധി മിസ്യൂസ് ചെയ്തിരിക്കുന്നു ഇലക്ഷൻ മെഷീനറി, ഗവൺമെൻറ് മെഷീനറി ഇലക്ഷൻ പ്രചരണത്തിനായിട്ട് മിസ്യൂസ് ചെയ്തിരിക്കുന്നു എന്ന് ഈ കോർട്ട് മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണ് ഒരു വിധിന്യായം, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു വിധിന്യായം ആ കോടതി പുറപ്പെടുവിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് കോടതി കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് വാസ് പോലീസ്മാൻ ഹു ഹാഡ് മെയ്ഡ് ദ സ്റ്റേജ് ഫോർ ദ ഇലക്ഷൻ ക്യാമ്പയിൻ. ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചരണം, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത് പോലീസുകാരായിരുന്നു. അത് ഒരു കാരണം. മറ്റൊരു കാരണം, ഇലക്ട്രിസിറ്റി വാസ് സപ്ലൈഡ് ബൈ ദ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. ഇലക്ട്രിസിറ്റി എന്തെങ്കിലും ആ സ്റ്റേജിലേക്കും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി, വൈദ്യുതി നൽകിയിരിക്കുന്നത് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ്, സംസ്ഥാന വൈദ്യുതി ബോർഡ്. അതൊരിക്കലും അനുവദിച്ചുകൂടാത്ത ഒരു കാര്യമാണ്. കാരണം അത് ഇലക്ഷൻ പ്രചരണമൊക്കെ നടത്തുന്നതിനും അതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടുന്നതും എല്ലാം പാർട്ടീസ് കൺസേൺഡ് ആണ്. ഏത് പാർട്ടിയാണോ ആ പാർട്ടിയാണ് അതിൻ്റെ ചിലവെല്ലാം വഹിക്കേണ്ടത്. നേരെ മറിച്ച് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇലക്ട്രിസിറ്റി വാസ് സപ്ലൈഡ് ബൈ ദ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് സംസ്ഥാന വൈദ്യുതി ബോർഡാണ് വൈദ്യുതി സപ്ലൈ ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ഗവൺമെൻറ് സർവൻസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഇലക്ഷൻ പ്രോപ്പഗൻഡ. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വ്യാപകമായ രീതിയിൽ പങ്കെടുത്തിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാമാണ് കോടതിയെ അങ്ങനെ ഒരു ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ഇൻവാലിഡ് ആക്കിക്കൊണ്ടുള്ള ഒരു വിധിയിലേക്ക് എത്തിച്ചത്. ഇന്ദിരാഗാന്ധിയെ കാണാം, രാജ്നാരായണനെയും കാണാം ചിത്രത്തിൽ. ദ കോർട്ട് ഓൾസോ പ്രൊഹിബിറ്റഡ്, അവിടെ കൊണ്ട് നിന്നില്ല, കോടതി മറ്റു ചില പോയിന്റുകളൂടെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റു ചില നിർദ്ദേശങ്ങളൂടെ നൽകിയിട്ടുണ്ട്. ദ കോർട്ട് ഓൾസോ പ്രൊഹിബിറ്റഡ് ഇന്ദിരാഗാന്ധി ഫ്രം കണ്ടസ്റ്റിംഗ് ഇലക്ഷൻ ഫോർ എ പീരീഡ് ഓഫ് 6 years. 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യയല്ല ഇന്ദിരാഗാന്ധി എന്നുകൂടി കോടതി ഇതിൽ വിധിക്കുന്നു. ബൈ ദിസ് വേർഡിക്റ്റ് ഇന്ദിരാഗാന്ധി ലോസ്റ്റ് ഹെർ റൈറ്റ് ടു ആക്ട് ആസ് പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഈ വിധിയിലൂടെ സത്യത്തിൽ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന ഇന്ദിരാഗാന്ധിക്ക് ഷീ ലോസ്റ്റ് ഹെർ റൈറ്റ് ടു ആക്ട് ആസ് പ്രൈം മിനിസ്റ്റർ. പ്രധാനമന്ത്രിയായിട്ടിരിക്കാനുള്ള അർഹത സത്യത്തിൽ നഷ്ടപ്പെടുകയാണ്. ബട്ട് ദ കോർട്ട് പെർമിറ്റഡ് ഹെർ ടു റിമൈൻ ഇൻ ഓഫീസ് ഫോർ 20 days. എന്നാൽ ഉടനെ തന്നെ രാജിവെച്ച് അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഷീ ക്യാൻ റിമൈൻ ഇൻ ഓൺ ദ ഓഫീസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഫോർ എ ടേം ഓഫ് 20 days. ഒരു 20 ദിവസത്തേക്കൂടെ ആ ഒരു കസേരയിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നോളാനായിട്ട് കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി അതുകൊണ്ടൊന്നും അടങ്ങിയിരുന്നില്ല. ഷീ മൂവ്ഡ് ആൻ അപ്പീൽ ഇൻ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ ഫയൽ ചെയ്യുന്നുണ്ട് ഇതിനെതിരായിട്ട്, ഈ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിക്ക് എതിരായിട്ട്. ദ സുപ്രീം കോർട്ട് പെർമിറ്റഡ് ഹെർ ടു റിമൈൻ ഇൻ ഓഫീസ് ടിൽ ദ ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഇൻ ദ അപ്പീൽ ഫയൽഡ് ബൈ ഇന്ദിരാഗാന്ധി. അപ്പോൾ ഇന്ദിരാഗാന്ധി ഫയൽ ചെയ്ത ആ ഒരു അപ്പീലിന്മേൽ സുപ്രീം കോടതി ഒരു തീരുമാനം എടുക്കുന്നു. അതായത് ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായിട്ടിരിക്കാം, ഷീ ക്യാൻ റിമൈൻ ഇൻ ഓഫീസ് ടിൽ ദ ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഇൻ ദ അപ്പീൽ. ആ സുപ്രീം കോടതി ഇന്ദിരാഗാന്ധി സമർപ്പിച്ച അപ്പീലിന്മേൽ ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഇല്ലെങ്കിൽ അവസാനത്തെ തീരുമാനം എടുക്കുന്നിടം വരെ ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാം എന്ന് സുപ്രീം കോടതി ഒരു ഇടക്കാല ഉത്തരവ് നൽകുന്നു. മറ്റൊരു പോയിൻ്റ് കൂടെ പറയുന്നുണ്ട്. ഇന്ദിരാഗാന്ധി വാസ് പ്രൊഹിബിറ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ലോക്സഭ പ്രൊസീഡിങ്സ് ആൻഡ് ടു എക്സസൈസ് വോട്ട്. അതായത് ഇന്ദിരാഗാന്ധിയെ ലോക്സഭയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ലോക്സഭയിൽ വോട്ട് ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കാനായിട്ടും കൂടി ആവശ്യപ്പെടുന്നുണ്ട്. ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഇറ്റ് ഈസ് എ ഹ്യൂമിലിയേഷൻ, ഒരു വലിയൊരു നാണക്കേടാണ് അങ്ങനെ കോടതിയുടെ പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ പാർലമെൻറ്റിൽ വോട്ടിംഗ് വല്ലതും നടക്കുകയാണെന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റുക. ഇതെല്ലാം ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് വളരെയധികം നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതായിരുന്നു വേർഡിക്റ്റ് ഓഫ് അലഹബാദ് ഹൈക്കോർട്ട് എന്ന് പറയുന്നത്.
ഇനി അടുത്ത കാരണത്തിലേക്ക് നമുക്ക് കടക്കാം. ഇലക്ഷൻ വേർഡിക്റ്റ് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് വിധി. ഒരു തെരഞ്ഞെടുപ്പ് ഈ കാലഘട്ടത്തിൽ നടക്കുന്നു. അതിൽ വേർഡിക്റ്റ് അല്ലെങ്കിൽ ജനകീയ വിധി, അതിലേക്ക് നമുക്ക് കടക്കാം. ദ നെക്സ്റ്റ് ഡേ ഓഫ് ദ വേർഡിക്റ്റ് ഓഫ് അലഹബാദ് ഹൈക്കോർട്ട്, the election result of Gujarat Assembly came out in which Congress lost miserably. അപ്പോൾ ഈ അലഹബാദ് ഹൈക്കോടതി വിധി വന്നതിൻ്റെ പിറ്റേ ദിവസം മറ്റൊരു വിധി കൂടി വരികയാണ്. അതായത് ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് വിധി, അല്ലെങ്കിൽ ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് റിസൾട്ട്. ആ റിസൾട്ടിൽ കോൺഗ്രസ് ലോസ്റ്റ് മിസറബിളി, കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയം അടയുകയാണ്. ദിസ് റിസൾട്ട് വാസ് അനദർ സെറ്റ് ബാക്ക് ടു ഇന്ദിരാഗാന്ധി. അപ്പോൾ ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് ഇതൊരു വലിയ തിരിച്ചടി ആയിരുന്നു ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഗുജറാത്തിൽ പിന്നീട് അധികാരത്തിൽ വരുന്നത് ജനതാ ഫ്രണ്ട് എന്ന് പറയുന്ന മുന്നണിയാണ്. ജനതാ ഫ്രണ്ട് കെയിം ടു പവർ ഇൻ ഗുജറാത്ത്. ഗുജറാത്തിൽ അധികാരത്തിൽ വരുന്നു. അപ്പോൾ ഇതാണ് രണ്ട് കാരണങ്ങൾ. മൂന്നാമത്തെ കാരണത്തിലേക്ക് നമുക്ക് കടക്കാം. ഓപ്പോസിഷൻ മൂവ്മെൻറ്റ്സ്, പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ. The verdict of Allahabad High Court and the election result in Gujarat were exploited by the opposition. അപ്പോൾ ഓപ്പോസിഷൻ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് കിട്ടിയ നല്ല രണ്ട് ചാൻസുകളായിരുന്നു ഇതെന്ന് പറയുന്നത്. ഒന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി, രണ്ടാമത്തത് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് വിധി. അപ്പോൾ ദേ എക്സ്പ്ലോയിറ്റ് ദിസ് സിറ്റുവേഷൻ ടു എ മാക്സിമം എക്സ്റ്റെൻറ്റ്. അപ്പോൾ ഒരു സമ്പൂർണ്ണ രീതിയിൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പ് വിധിയെയും അതോടൊപ്പം തന്നെ അലഹബാദ് ഹൈക്കോടതി വിധിയെയും കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ ഉപയോഗിക്കുകയാണ്. ദേ ഡിമാൻഡഡ് ദ റെസിഗ്നേഷൻ ഓഫ് ഇന്ദിരാഗാന്ധി. ഇവർ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ദിരാഗാന്ധിയുടെ രാജി ആവശ്യപ്പെടുകയാണ്. പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നൊക്കെയുള്ള രാജി ആവശ്യപ്പെടുകയാണ്. മറ്റൊരു സംഭവവികാസം നടക്കുന്നു ഇതേ സമയത്ത്. ഓൺ 25th of June 1975, opposition parties led by Jayaprakash Narayan organized a massive demonstration in New Delhi. 1975 ജൂൺ 25 ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ഓപ്പോസിഷൻ പാർട്ടീസ് ഒരു ശക്തമായ പ്രക്ഷോഭം ന്യൂഡൽഹിയിൽ നടത്തുകയാണ്. ഇല്ലെങ്കിൽ ഒരു പ്രകടനം, ലക്ഷങ്ങൾ പങ്കെടുത്ത ഒരു പ്രകടനം ന്യൂഡൽഹിയിൽ നടക്കുകയാണ്. ഈ പ്രകടനത്തിലും ജയപ്രകാശ് നാരായൺ അനൗൺസ്ഡ് എ നേഷൻ വൈഡ് സത്യാഗ്രഹ എഗെയിൻസ്റ്റ് ഇന്ദിരാഗാന്ധി. രാജ്യമൊട്ടാകെ വ്യാപിക്കുന്ന രീതിയിൽ ഒരു വലിയ സത്യാഗ്രഹം ഇന്ദിരാഗാന്ധിക്കെതിരെ നടത്തണം എന്ന് ഈ ഒരു അവസരത്തിൽ ജയപ്രകാശ് നാരായൺ ഇന്ത്യയോട് ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട്. JP ആസ്ക്ഡ് ദ മിലിറ്ററി, ദി പോലീസ് ആൻഡ് സിവിൽ സർവൻസ് നോട്ട് ടു ഒബേ ദ ഇലീഗൽ ഓർഡേഴ്സ് ഓഫ് ദി ഗവൺമെൻറ്. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ സൈന്യത്തോടും ഇന്ത്യയിലെ പോലീസിനോടും ഇന്ത്യയിലെ സിവിൽ സർവൻസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥർ അവരോടും എല്ലാം തന്നെ ആഹ്വാനം ചെയ്യുന്നത് നോട്ട് ടു ഒബേ ദ ഇല്ലീഗൽ ഓർഡേഴ്സ് ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ് നൽകുന്ന നിയമരഹിതമായിട്ടുള്ള ഉത്തരവുകൾ എല്ലാം തന്നെ ലംഘിക്കാനായിട്ട് അദ്ദേഹം പോലീസിനോടും മിലിറ്ററിയോടും സിവിൽ സർവീസിനോടും എല്ലാം ആഹ്വാനം ചെയ്യുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് എമർജൻസി ഇന്ത്യയിൽ ഡിക്ലെയർ ചെയ്യപ്പെടുന്നത്. ഇൻ ദ മിഡ് നൈറ്റ് ഓഫ് ജൂൺ 25, 1975, Prime Minister Indira Gandhi recommended the imposition of emergency to President Fakhruddin Ali Ahmad. അപ്പോൾ ജൂൺ 25, 1975 മിഡ് നൈറ്റ്, പാതിരാത്രിയിലാണ് Prime Minister Indira Gandhi recommended the imposition of emergency to President Fakhruddin Ali Ahmad. Fakhruddin Ali Ahmad എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രസിഡൻറ്റ്, അദ്ദേഹത്തിന് പാതിരാത്രിയിൽ ഇന്ദിരാഗാന്ധി എമർജൻസി ഡിക്ലെയർ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള റെക്കമെൻഡേഷൻ നൽകുകയാണ് ആസ് എ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. The president proclaimed emergency immediately on ground of internal disturbances under Article 352. ആർട്ടിക്കിൾ 352 പ്രകാരം പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നു. ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസസ് പ്രകാരം, അല്ലെങ്കിൽ ആഭ്യന്തര കലഹം, അല്ലെങ്കിൽ ആഭ്യന്തര പ്രത്യാഘാതങ്ങൾ, ആഭ്യന്തര പ്രതിസന്ധികൾ പ്രകാരം. ഇങ്ങനെയാണ് ഇന്ത്യയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യപ്പെടുന്നത്. The government justified the proclamation of emergency by stating that
ദ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ വാസ് ഇൻ ഡേഞ്ചർ ഡ്യൂ ടു ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ്. അപ്പോൾ ഗവൺമെൻറ് ഈ എമർജൻസിയുടെ ഡിക്ലറേഷൻ അല്ലെങ്കിൽ എമർജൻസിയുടെ പ്രഖ്യാപനം ന്യായീകരിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷ, ആഭ്യന്തര സുരക്ഷ വാസ് ഇൻ ഡേഞ്ചർ ഡ്യൂ ടു ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ്. ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം ഇന്ത്യയുടെ സുരക്ഷ എന്ന് പറയുന്നത് അപകടത്തിലായ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ എമർജൻസി പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഗവൺമെൻറ് നിർബന്ധിതമായത് എന്ന് ഗവൺമെൻറ് എമർജൻസിയെ ന്യായീകരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് നോക്കാം, ഇല്ലെങ്കിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തതിന് ശേഷമുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അതിലേക്ക് നമുക്കൊന്ന് കടക്കാം. ആഫ്റ്റർ മിഡ് നൈറ്റ് ഇലക്ട്രിസിറ്റി ടു ഓൾ ദ മേജർ ന്യൂസ് പേപ്പേഴ്സ് വേർ ഡിസ്കണക്റ്റഡ്. ഈ എമർജൻസി ഡിക്ലെയർ ചെയ്തതിൻ്റെ അന്ന് പാതിരാത്രി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഇലക്ട്രിസിറ്റി ടു ഓൾ ദ മേജർ ന്യൂസ് പേപ്പേഴ്സ് വേർ ഡിസ്കണക്റ്റഡ്. എല്ലാ മേജർ ന്യൂസ് പേപ്പറുകളുടെയും അല്ലെങ്കിൽ പത്രസ്ഥാപനങ്ങളുടെയും ആ സ്ഥാപനങ്ങളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് 1975 കാലഘട്ടമാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. അന്ന് വൈദ്യുതി ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ ജനറേറ്റർ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. വൈദ്യുതി ഇല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് പത്രങ്ങളുടെ പ്രിൻറ്റിങ് നടക്കുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം തന്നെ എല്ലാ മേജർ ന്യൂസ് പേപ്പേഴ്സിനും ഉള്ള ഇലക്ട്രിസിറ്റി ബന്ധം വിച്ഛേദിക്കുന്നു. മെനി ഓപ്പോസിഷൻ ലീഡേഴ്സ് വെയർ അറസ്റ്റഡ്. നിരവധി പ്രതിപക്ഷ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ദി ക്യാബിനറ്റ് വാസ് ഇൻഫോംഡ് ഓഫ് ദീസ് ഡെവലപ്മെൻറ്റ്സ് ഓൺലി ഇൻ ദ മോർണിംഗ് ഓഫ് ജൂൺ 26. അതായിരുന്നു ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത്. കാരണം ദി ക്യാബിനറ്റ് ഹു വാസ് എംപവേർഡ് ടു ടേക്ക് ഡിസിഷൻസ് വിത്ത് റിഗാർഡ് ടു ദ imposition of emergency came to know of the situation only in the next morning. അപ്പോൾ സത്യത്തിൽ ഈ ക്യാബിനറ്റാണ് പ്രധാനമന്ത്രിയുമായിട്ട് ചേർന്ന് തീരുമാനം എടുക്കേണ്ടുന്നത്. എമർജൻസി ഡിക്ലെയർ ചെയ്യാനായിട്ട് ഉള്ള തീരുമാനം പ്രസിഡൻറ്റിന് സമർപ്പിക്കേണ്ടുന്നത് ക്യാബിനറ്റും പ്രധാനമന്ത്രിയും കൂടെ ചേർന്നാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ ക്യാബിനറ്റ് വാസ് ഇൻഫോംഡ് ഓഫ് ദീസ് ഡെവലപ്മെൻറ്റ്സ് ഓൺലി ഇൻ ദ മോർണിംഗ് ഓഫ് ജൂൺ 26. ജൂൺ 26 രാവിലെ മാത്രമാണ് ക്യാബിനറ്റ് അറിയുന്നത്, ഇല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ അറിയുന്നത് ഇന്ത്യയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തു എന്നുള്ള കാര്യം. ഇന്ദിരാഗാന്ധി ആക്ടഡ് ലൈക്ക് എ ഡിക്റ്റേറ്റർ. ഷീ ബിഹേവ്ഡ് ലൈക്ക് എ ഡിക്റ്റേറ്റർ. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി ഒരു സ്വേച്ഛാധിപതിയെ പോലെയാണ് അവിടെ പ്രവർത്തിച്ചത്. ഷീ ടു ദ ഡിസിഷൻ ഓൺ ഹെർ ഓൺ. അവർ മാത്രമായിട്ട് ഒരു തീരുമാനം അവിടെ അങ്ങ് എടുക്കുന്നു. അങ്ങനെയായിരുന്നു എമർജൻസിയുടെ ഡിക്ലറേഷൻ സംഭവിക്കുന്നത്. By the imposition of emergency, government got an opportunity to control fundamental rights. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇന്ത്യയിലെ മൗലിക അവകാശങ്ങൾ വരെ ലംഘിക്കാനായിട്ട് ഗവൺമെൻറ്റിന് ഒരു അധികാരം ഈ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നു. ഇന്നത്തെ ന്യൂസ് പേപ്പറുകളാണ് എമർജൻസി ഡിക്ലെയർ ചെയ്തുകൊണ്ടുള്ള എമർജൻസി ഡിക്ലെയർഡ്. JP, മൊറാർജി, അദ്വാനി, അശോക് മേത്ത, വാജ്പേയി അറസ്റ്റഡ്. ഇങ്ങനെ ഒരുപാട് പേര് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അദ്ദേഹമാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അപ്പോൾ എമർജൻസി ഡിക്ലെയർ ചെയ്തുകൊണ്ടുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ഡിക്ലറേഷനാണ് നമ്മൾ കാണുന്നത്. ഇൻ എക്സസൈസ് ഓഫ് ദി പവേഴ്സ് കൺഫേർഡ് ബൈ ക്ലോസ് 1 ഓഫ് ആർട്ടിക്കിൾ 352 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഐ ഫക്രുദ്ദീൻ അലി അഹമ്മദ്, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ബൈ ദിസ് പ്രൊക്ലമേഷൻ ഡിക്ലെയർ ദാറ്റ് എ ഗ്രേവ് എമർജൻസി എക്സിസ്റ്റ് whereby the security of India is threatened by internal disturbances. ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസസ് ഒക്കെ ഉള്ളതുകൊണ്ട്, ഇന്ത്യയുടെ സെക്യൂരിറ്റി ത്രെറ്റിലായതുകൊണ്ട്, ഭീഷണിയിലായതുകൊണ്ട് ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഞാൻ ഇന്ത്യയിൽ എമർജൻസി പ്രഖ്യാപിക്കുന്നു. ആർട്ടിക്കിൾ 352 പ്രകാരം എന്നുള്ളതായിരുന്നു ആ ഒരു ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇത് ആ ഗസറ്റിൽ, ഇന്ത്യ ഗസറ്റിൽ വന്ന എമർജൻസിയുടെ പ്രഖ്യാപനമാണിത്. ഇനി അന്നത്തെ കാലത്ത് ഈ ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡൻറ്റ്, ഷീസ് ആക്ടിങ് ലൈക്ക് എ പപ്പറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഇന്ദിരാഗാന്ധി എന്നായിരുന്നു പറയപ്പെടുന്നത്. അതായത് ഇന്ദിരാഗാന്ധിയുടെ കയ്യിലുള്ള ഒരു കളിപ്പാവം മാത്രമായിരുന്നു ഈ ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്നായിരുന്നു അന്നൊക്കെ പറയപ്പെടുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാർട്ടൂണുകളാണ് നമ്മൾ കാണുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാർട്ടൂണാണിത്. അദ്ദേഹം ബാത്ടബിൽ ഇരുന്നുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുകളൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്ന, വലിയതായിട്ടൊന്നും വായിച്ചൊന്നും നോക്കാതെ, തീരുമാനങ്ങളൊന്നും എടുക്കാതെ വെറുതെ അങ്ങ് കൊണ്ടു കൊടുക്കുന്ന, എന്തും ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കാർട്ടൂണാണിത്. ഇന്ന് നമ്മൾ ഈ ട്രോളുകൾ എന്ന് പറയുന്നത് പോലെ അന്നത്തെ ട്രോളുകളായിരുന്നു സത്യത്തിൽ ഈ കാർട്ടൂണുകളെന്ന് പറയുന്നത്. എല്ലാ വൈദ്യുതി കണക്ഷനുകളും മീഡിയയിലേക്കുള്ള വിച്ഛേദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാർട്ടൂണാണ്.
മറ്റുള്ള ചില കോൺസിക്വൻസുകളിലേക്ക് നമുക്ക് കടക്കാം. ഓൾ ദ സ്റ്റേറ്റ്സ് കം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളും കേന്ദ്ര ഗവൺമെൻറ് അധീനതയിൽ ആകുന്നു, അല്ലെങ്കിൽ കൺട്രോളിൽ ആകുന്നു. ദ പീരീഡ് ഓഫ് എമർജൻസി ഫ്രം June 1975 to March 1977 was the dark period in the history of independent India. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായം എന്നാണ് ഈ എമർജൻസി ഡിക്ലെയർ ചെയ്യപ്പെട്ടിരുന്ന ജൂൺ 1975 മുതൽ മാർച്ച് 1977 വരെയുള്ള കാലഘട്ടം അറിയപ്പെട്ടിരുന്നത്. ഫ്രീഡം ഓഫ് പ്രസ് വാസ് ഡിനൈഡ്. പത്രസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. ന്യൂസ് പേപ്പേഴ്സ് വെർ ആസ്ക്ഡ് ടു സീക്ക് പ്രയർ അപ്രൂവൽ ഫോർ ദ മാറ്റേഴ്സ് ടു ബി പബ്ലിഷ്ഡ്. പത്രങ്ങൾക്ക് ന്യൂസുകൾ പബ്ലിഷ് ചെയ്യാം, പക്ഷേ ദേ ഹാവ് ടു സീക്ക് ദ പ്രയർ അപ്രൂവൽ ഫോർ ദ മാറ്റേഴ്സ് ടു ബി പബ്ലിഷ്ഡ്. ആദ്യം ഗവൺമെൻറ് ഏജൻസികളെ അത് കാണിക്കണം, എന്നിട്ട് അപ്രൂവൽ മേടിക്കണം, എന്നിട്ട് മാത്രമേ ന്യൂസുകൾ പബ്ലിഷ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സത്യം, ഗവൺമെൻറ്റിനെതിരെയുള്ള സത്യങ്ങളൊന്നും തന്നെ വിളിച്ചു പറയാനായിട്ട് പത്രങ്ങൾക്ക് അന്ന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ദിസ് ഇസ് നോൺ ആസ് പ്രസ് സെൻസർഷിപ്പ്. ഇതിനാണ് പ്രസ് സെൻസർഷിപ്പ് എന്ന് അറിയപ്പെടുന്നത്. പേനയെ ബുള്ളറ്റുകൾ കൊണ്ട് നേരിടുന്ന ഒരു ചിത്രമാണ് ഈ കാണുന്നത്. മെനി ജേർണലിസ്റ്റ് വെർ അറസ്റ്റഡ് ഫോർ റൈറ്റിംഗ് അഗെയിൻസ്റ്റ് എമർജൻസി. അപ്പോൾ ഈ എമർജൻസിക്കെതിരെ എഴുതിയ ഒരുപാട് ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നു. പീപ്പിൾ വെർ നോട്ട് ഏബിൾ ടു നോ ദ ഡെവലപ്മെൻറ്റ്സ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ ജനങ്ങൾക്ക് സത്യത്തിൽ രാഷ്ട്രത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി, ഇല്ലെങ്കിൽ രാഷ്ട്രത്തിലുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളെപ്പറ്റി യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം ഇന്നത്തെ കാലഘട്ടമല്ല, ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ, പിന്നെ ഇൻ്റർനെറ്റ് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഇന്നുള്ളത് കൊണ്ട് കുറേ കൂടെ കാര്യങ്ങൾ ഇന്ന് ഫ്രീ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം പത്രങ്ങളുടെയൊക്കെ മൂടിക്കെട്ടിയാലും സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഇന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ കാലം എന്ന് പറയുന്നത് അതല്ല. അന്ന് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് പത്രമാധ്യമങ്ങളായിരുന്നു. ടി വി അങ്ങനെയുള്ള മാധ്യമങ്ങൾ പോലും അന്നില്ലായിരുന്നു, വളരെ കുറവായിരുന്നു. ഏറ്റവും ജനങ്ങൾ ആശ്രയിച്ചിരുന്ന മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിരുന്ന മാധ്യമം എന്ന് പറയുന്നത് പത്രമാധ്യമം, പ്രിൻറ്റ് മീഡിയ തന്നെയായിരുന്നു. ആ പ്രിൻറ്റ് മീഡിയയുടെ കഴുത്തിനാണ് അന്ന് പിടിവീണത്. അപ്പോൾ പീപ്പിൾ വെർ നോട്ട് ഏബിൾ ടു നോ ദ ഡെവലപ്മെൻറ്റ്സ് ഇൻ ദ സ്റ്റേറ്റ്. രാഷ്ട്രത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളെപ്പറ്റി ജനങ്ങൾക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. പ്രൊട്ടസ്റ്റ് ആൻഡ് അജിറ്റേഷൻസ് വെർ പ്രൊഹിബിറ്റഡ്. എല്ലാ വിധത്തിലുള്ള പ്രകടനങ്ങളും എതിർപ്പുകളും എല്ലാം തന്നെ നിയമലംഘനമായിട്ട് അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ടിരുന്നു. നോബഡി വാസ് പെർമിറ്റഡ് ടു സ്പീക്ക് അഗെയിൻസ്റ്റ് എമർജൻസി. എമർജൻസിക്കെതിരെ സംസാരിക്കാനായിട്ട് ആരെയും അനുവദിച്ചിരുന്നില്ല. ഓപ്പോസിഷൻ ലീഡേഴ്സിലേക്ക് മൊറാർജി ദേശായി, ചന്ദ്രശേഖർ, ചരൺ സിംഗ്, രാജ്നാരായൺ വാജ്പേയി, അശോക് മേത്ത ആൻഡ് അതേഴ്സ് വെർ അറസ്റ്റഡ്. രാജ്നാരായൺ, അശോക് മേത്ത, എ.ബി. വാജ്പേയി, ചരൺ സിംഗ്, ചന്ദ്രശേഖർ, മൊറാർജി ദേശായി ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പോസിഷൻ ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. സ്ട്രൈക്സ് ഇൻ കമ്പനീസ് വെർ പ്രൊഹിബിറ്റഡ്. കമ്പനികളിലുള്ള സമരങ്ങളെല്ലാം തന്നെ നിരോധിക്കപ്പെട്ടു. ഓണേഴ്സ് വെർ പെർമിറ്റഡ് ടു ഡിസ്മിസ് ദർ സ്റ്റാഫ് അറ്റ് എനി ടൈം. കമ്പനി തൊഴിലുടമകൾക്ക് തൊഴിലാളിയെ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും പിരിച്ചുവിടാവുന്ന സാഹചര്യം നിലവിൽ വന്നു. ബോണസ് വാസ് ഡിനൈഡ് ടു ദ കമ്പനി സ്റ്റാഫ്. കമ്പനിയിലുള്ള തൊഴിലാളികൾക്കെല്ലാം ബോണസ് അങ്ങനെയുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ നിഷേധിക്കപ്പെടുന്നു. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വെർ സസ്പെൻഡഡ്. ഏറ്റവും വലിയ തീവ്രമായിട്ടുള്ള വിഷയം, മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. മറ്റൊന്ന്, മെനി കമ്മ്യൂണൽ ഓർഗനൈസേഷൻസ് വെർ ബാൻഡ്. മതവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെല്ലാം തന്നെ ബാൻ ചെയ്യപ്പെടുന്നു. സെവറൽ പേഴ്സൺസ് വെർ കെപ്റ്റ് അണ്ടർ കസ്റ്റഡി വിതൗട്ട് ഹാവിങ് എ ചാൻസ് ഫോർ ബെയിൽ. ഒരുപാട് ആൾക്കാരെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, കസ്റ്റഡിയിലാക്കപ്പെടുന്നു, പോലീസ് കസ്റ്റഡിയിലാക്കപ്പെടുന്നു. വിതൗട്ട് ഹാവിങ് എ ചാൻസ് ഫോർ ബെയിൽ. ജാമ്യം കിട്ടാൻ യാതൊരു സാഹചര്യവും ഇല്ലാത്ത രീതിയിൽ ഒരുപാട് ആൾക്കാരെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഗവൺമെൻറ് മെയ്ഡ് എക്സ്റ്റൻസീവ് യൂസ് ഓഫ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ, അല്ലെങ്കിൽ കരുതൽ തടങ്കൽ എന്ന് പറയുന്ന സമ്പ്രദായം ഗവൺമെൻറ് വളരെ വ്യാപകമായ രീതിയിൽ ഉപയോഗിക്കുന്നു. എന്താണ് ഈ കരുതൽ തടങ്കൽ, പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്? നോർമൽ കേസിൽ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ആഫ്റ്റർ കമ്മിറ്റിംഗ് എ ക്രൈം. ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പുള്ളൂ. എന്നാൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ദ ഗവൺമെൻറ് ക്യാൻ അറസ്റ്റ് എനി പേഴ്സൺ അലിജിങ് ദാറ്റ് ഹി ഓർ ഷീ മേ ലൈക്ലി ടു കമ്മിറ്റ് എനി ഒഫൻസ്. ഒരു വ്യക്തി കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ട്
എന്ന പേര് പറഞ്ഞുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാം. ഇതിനെയാണ് കുറ്റം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യാം. ഇതിനെയാണ് പ്രിവെൻറ്റീവ് ഡീറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പലരെയും ആ രീതിയിൽ അറസ്റ്റ് ചെയ്തു. ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദി സിറ്റുവേഷൻ, പാർലമെൻറ്റ് മെയ്ഡ് മെനി അമെൻമെൻറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഗവൺമെൻറ് ഒരുപാട് ഭേദഗതികൾ ഭരണഘടനയിൽ വരുത്തുന്നു. ഓൾ ദീസ് അമെൻമെൻറ്റ്സ് റിയലി വീക്കൻഡ് ദ ഡെമോക്രാറ്റിക് സ്പിരിറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ അമെൻമെൻറ്റുകളെല്ലാം അല്ലെങ്കിൽ ഭരണഘടനയിൽ വരുത്തിയ ഈ ഭേദഗതികളെല്ലാം തന്നെ ഇന്ത്യയുടെ ആ ഒരു ജനാധിപത്യ രീതിക്ക് വിഘാതമായ രീതിയിലുള്ള അമെൻമെൻറ്റുകളായിരുന്നു വരുത്തിയതിൽ ഏറ്റവും കൂടുതലും എന്ന് പറയുന്നത്. ദി 42nd Amendment was passed by which the duration of the Legislative Assembly were extended to 6 years. ഇപ്പോൾ 42ാം ഭേദഗതി, ഭരണഘടനാ ഭേദഗതി, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഭരണഘടനാ ഭേദഗതിയാണ് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അതിന് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കാരണം മെനി പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻസ് വെയർ അമെൻഡഡ് ഡ്യൂ ടു ദിസ് അമെൻമെൻറ്റ്. അപ്പോൾ ഇന്ത്യയിലെ ഭരണഘടനയിലെ ഒരുപാട് പ്രൊവിഷനുകൾ അമെൻഡ് ചെയ്യപ്പെട്ട ഒരു ഭേദഗതിയാണ് ഈ 42ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട പ്രൊവിഷൻ എന്ന് പറയുന്നത് ദ ഡ്യൂറേഷൻ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് വെർ എക്സ്റ്റെൻഡഡ് ടു 6 years. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ലോക്സഭയുടെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൻ്റെയും എല്ലാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 years ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ബട്ട് ഈ ആസ് പെർ ദ 42nd Amendment, the duration of the Lok Sabha and the legislative assemblies were extended to 6 years. 5 വർഷത്തിൽ നിന്ന് 6 വർഷമായിട്ട്, അതായത് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് 5 വർഷമല്ല 6 വർഷം ഭരിക്കാനായിട്ട് പറ്റുമായിരുന്നു. അങ്ങനെയുള്ള അമെൻമെൻറ്റ്സ് വരെ വരുത്തി. അപ്പോൾ ഇതൊക്കെയാണ് എമർജൻസിയുടെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും നന്ദി.